ജഫ്രൂലിയര് പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ നിന്ന് എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. അപ്പൊ പ്രസവത്തിനിടെ മരണപ്പെട്ട അസ്മ എന്ന 35 വയസ്സുള്ള യുവതി ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. എന്തായാലും ഇന്നലെ ഈ പറഞ്ഞ അസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. അമിത രക്തസ്രവം അഥവാ ബ്ലീഡിംഗ് കാരണമാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. നമുക്കറിയാം പ്രസവത്തിന്റെ സമയത്ത് അസ്മക്ക് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു? അസ്മയെ അവിടെ തന്നെ കിടത്തി. 3 മണിക്കൂറോളം അങ്ങനെ കിടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം മരവിച്ച അവസ്ഥയിൽ അസ്മയെ കണ്ടു. അപ്പോഴാണ് അസ്മ മരിച്ചു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വരാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ അസ്മ ജീവനോട് ഇരുന്നേനെ. എന്തായാലും സിറാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അസ്മയുടെ മരണത്തെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നലെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണും. എന്തായാലും അതിനെല്ലാം ഒടുവിൽ നല്ലോണം ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയവെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ അവിടെ ഭാര്യയോട് ചെയ്ത ക്രൂരതയെ കൂടാതെ തന്നെ സിറാജുദ്ദീൻ ലത്തീഫ് മറ്റൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഓൾറെഡി അസ്മ മരിച്ചു. ആ സമയത്ത് ചോര കുഞ്ഞ് സൈഡിൽ കിടക്കുന്നുണ്ട്. അന്നേരം മലപ്പുറത്തെ താമസ സ്ഥലത്തേക്ക് ആംബുലൻസിനെ വിളിച്ചു വരുത്തി അസ്മയുടെ നാടായിട്ടുള്ള പെരുമ്പാവൂരിലേക്ക് അസ്മയെ കൊണ്ടുപോകുമ്പോൾ തന്റെ ചോര കുഞ്ഞിന് ഇയാൾ വേണ്ട പ്രാഥമിക ചികിത്സകളൊന്നും നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കുഞ്ഞിനെടുത്ത് ആംബുലൻസിലേക്ക് കയറി. അവസാനം പെരുമ്പാവൂരിൽ എത്തിയതിനു ശേഷമാണ് അസ്മയുടെ ബന്ധുക്കൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ ഇതുവരെ കുഞ്ഞിന്റെ കാര്യം ഓക്കെയാണ്. അതും കൂടി ചേർത്ത് ഒരു കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞിന്റെ പ്രാഥമിക ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. വകുപ്പുകളൊക്കെ ഒന്ന് കടുക്കട്ടെ. എന്തായാലും ഇന്നലെ വൈകുന്നേരം പെരുമാനി അടുത്തേക്കര ജുമാ മസ്ജിദിൽ അസ്മയെ മറവ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാവമല്ലേ, വെറും 35 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെ അസ്മ 6ഓളം കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഈ 35 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും പ്രസവിക്കുക എന്ന് പറഞ്ഞ സമ്മതിക്കണം കേട്ടോ. എന്തായാലും ഈ പറഞ്ഞ അസ്മയുടെ ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീൻ ലത്തീഫിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. മടവൂർ കാഫിൽ എന്നാണ് അതിന്റെ പേര്. ഒരുപാട് ദുരാചാരങ്ങൾ അയാൾ അതിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അത് ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും ഇന്നിപ്പോ വീണ്ടും ഈ വിഷയത്തിൽ സംസാരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സിറാജുദ്ദീൻ ലത്തീഫിയെ പോലെ തന്നെ ഹോസ്പിറ്റൽ അലർജി ആയിട്ടുള്ള വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന പല ഉസ്താദുമാരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള 2-3 പ്രഭാഷണങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ട്. നമുക്ക് എന്തായാലും ചിലതൊന്ന് കേട്ടോക്കാം. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. നല്ലതാണ്. ഈ പ്രസവിച്ച 6 പ്രസവങ്ങളും വീട്ടിൽ നിന്നാണ് പ്രസവിച്ചതെന്നാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതിനെ പിന്നാലെ അവസാനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് പ്രസവമാണെന്ന് ഞാൻ ബേജാറായി നടക്കലില്ല എന്നൊക്കെ. പ്രസവല്ലേ, നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റില്ലേ. ഞാൻ ആലോചിക്കണതല്ലേ ഇങ്ങൾക്ക് ഇതന്നെയാണ് പണി എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ കൊണ്ട് 5ഉം 6ഉം പ്രസവിപ്പിക്കുക. ഇതെന്താ പ്രസവിക്കണ മെഷീനോ? അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അല്ല അങ്ങനെ കാണുന്നത് കൊണ്ടാണ് സ്വന്തം ഭാര്യ ഗർഭിണിയാകുമ്പോൾ വലിയ കൺസേൺ ഒന്നും ഇല്ലാത്തത്. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം, ബാക്കി പറഞ്ഞാട്ടെ. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാണെന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാരും മെഡിക്കൽ കോളേജിൽ പിന്നെ പോരാ. ഇങ്ങനെയുടെ വർത്താനം കേട്ടാൽ തോന്നുന്നു നാട്ടിൽ നടക്കുന്ന സകല പ്രസവങ്ങളും ഈ പറയുന്ന പ്രൈവറ്റുകാർ കൈ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നതെന്ന്. അതൊക്കെ റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് കേസുകളിൽ വളരെ കോംപ്ലിക്കേഷൻ വരുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അതിനാണ് ഇങ്ങനെ പൊക്കി പിടിച്ച് വലിയ സംഭവമാക്കി കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം, ഡോക്ടർമാരെല്ലാവരും കൂടി പ്രസവത്തെ ഒരു രോഗമാക്കി മാറ്റിയെന്ന്. ശരിയാണ്, പ്രസവം ഒരു രോഗമല്ല. പക്ഷെ രോഗാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ അവളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബിപിയിലും ഷുഗറിലും തൈറോയ്ഡ് ഗ്രന്ഥിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതിങ്ങനെ കൂടിയും കുറഞ്ഞും കളിക്കും. അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മാത്രവുമല്ല ഗർഭാവസ്ഥയിൽ ഒരു പെണ്ണിന്റെ രോഗപ്രതിരോധ ശേഷി നന്നായി കുറയും. സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഗർഭാവസ്ഥയിൽ ഒരു പെണ്ണിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാനുള്ള പ്രതിവിധി എന്താണ്? കൃത്യമായി ചെക്കപ്പ് നടത്തിയിട്ട് രോഗങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് റെഗുലറായി ചെക്കപ്പ് നടത്താൻ പറയുന്നത്. അതല്ലാതെ ഡോക്ടർമാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലും അറിയാതാണ് ഡോക്ടർമാർ ഗർഭത്തെ രോഗമാക്കി മാറ്റുന്നെന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് പ്രസംഗിക്കുന്നത്. ഇനിയിപ്പോ ഇത് ഞാൻ പറയുമ്പോൾ കുറെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കും, പണ്ടത്തെ ആൾക്കാർ 10-15 ഒക്കെ
പ്രസവിക്കുന്നുണ്ടല്ലോ, അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ, പിന്നെ എന്താണ് എപ്പം പ്രശ്നമായി മാറുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പണ്ടത്തെ ആൾക്കാർ 10-15 പ്രസവിക്കുന്നുണ്ട്, ശരിയാണ്. അതിൽ എത്ര ആളുകൾ പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞെന്നാള്. വെറും പകുതി ആളുകൾ മാത്രമേ അങ്ങനെ ജീവിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് ഒന്നെങ്കിൽ നേരത്തെ മരിക്കും, അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് മരിക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ടെക്നോളജി ഒരുപാട് വികസിച്ചു. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 99% കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പ്രസവിക്കുന്ന സമയത്ത് എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസവിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കണം എന്ന് പറയുന്നത്. ആരോടാ പറയുന്നത്? എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീട്ടിലെ പ്രസവം ന്യായീകരിക്കാൻ വരും കുറെ ടീംസ്. അവരോട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ബാക്കി പറഞ്ഞാട്ടെ. ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് എല്ലാവരും പെണ്ണുങ്ങൾ 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്ന് പ്രസവിക്കും. എന്തോ വലിയ അഭിമാനത്തോടെയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ. ഞങ്ങളൊക്കെ ഭാര്യമാര് 10, 15 ഒക്കെ പ്രസവിച്ചു, ഒക്കെ വീട്ടിൽ നിന്നൊക്കെ. എന്നാൽ ഇതേ ഉസ്താദിനോട് തന്നെ തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പ്രസവിച്ച 10, 15 എത്ര ആളുകൾ ഇന്ന് ജീവനോട് ഇരിക്കുന്നുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്? ആ കണക്കും കൂടി നിങ്ങളൊന്ന് അവതരിപ്പിക്കണം. അല്ല, ഒരു കാര്യം പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറയണമല്ലോ. നിങ്ങളത് പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പ്രസംഗം കേട്ടിരിക്കാൻ വരുന്നവർക്ക് കല്ലെടുത്തറിയും നിങ്ങൾ. അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഭാഗം മാത്രം മറച്ചു വെച്ചിട്ട് എന്റെ ഭാര്യ 10, 15 പ്രസവിച്ചു എന്നൊക്കെ അഭിമാനത്തോട് പറയുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാട് എന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവെടുത്തിട്ട് അങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ, ബദരീങ്ങളെ വിളിക്കോ, ബദർബൈത്ത് ചെല്ലോ. ബദർബൈത്ത് ചെല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചെല്ലും, മഞ്ഞക്കുളം മാല ചെല്ലും, മൊഹീദ്ദീൻ മാല ചെല്ലും, റിഫായി മാല ചെല്ലും. ഇത് ചെല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അല്ലാതെ കട്ടും കിട്ടുമൊന്നും വേണ്ട. ഇനി ആരും ഭാര്യമാര് പ്രസവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകണ്ട കേട്ടോ. ഇതേ മാതിരി ചെയ്താൽ മതി. പ്രസവിക്കാൻ പോണ പെണ്ണിന്റെ അടുത്ത് മൗലൂദ് കിതാബ് എടുത്ത് വന്നിരുന്നു, മൗലൂദ് ഇല്ലാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്താ ഞാനിതിനൊക്കെ പറയാം. പണ്ടത്തെ ആളുകൾ ഒരു പെണ്ണ് പ്രസവിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തികേടുകൊണ്ട് ചെയ്തതാണ്. കാരണം പണ്ട് ഹോസ്പിറ്റലുകൾ പരിമിതമായിരുന്നു, ചികിത്സകൾ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് പ്രസവിക്കാൻ നേരത്ത് അവളെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് ചെയ്യാവുന്ന ഏക പരിപാടി എന്താണ്? വീട്ടിൽ വെച്ച് എങ്ങനെയെങ്കിലും പ്രസവം നടത്തുക. അതുകൂടാതെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുക. അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പറ്റാവുന്ന ദിക്റുകളും കാര്യങ്ങളും ചൊല്ലി അവരങ്ങ് പ്രാർത്ഥിക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെയാണ് പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് എന്തോ വലിയ സംഭവം പോലെ ഇന്നത്തെ കാലത്ത് അവതരിപ്പിക്കുന്നത്. കഷ്ടം എന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാം. കഴിഞ്ഞില്ല. ഇനി മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗം കൂടി കണ്ട് നമുക്ക് നിർത്താം. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേരിൽ നിന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ വിളിച്ച പ്രസവം പോയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആ ആട് പെറുന്നു 2, 3, 4. നായ 3-ാം മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഇത്ര ആധികാരികമായ ഒരു പൊട്ടത്തിനും വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ആട് പ്രസവിച്ചതും ആന പ്രസവിച്ചതും പൂച്ച പ്രസവിച്ചതും ഒക്കെ മനുഷ്യൻ പ്രസവിച്ചതുമായി എങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഈ ആടിനും പൂച്ചയ്ക്കും ആനയ്ക്കും ഒക്കെ പ്രസവിക്കുന്ന സമയത്ത് ആ മൃഗങ്ങളുടെ എല്ലാം ശരീരത്തിൽ നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി ഇൻബിൽഡ് ആയിട്ടുണ്ടാകും. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നും വേണ്ട, ഇവരൊക്കെ ജീവിക്കുന്ന പോലെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത്ര ചിന്തിച്ചാൽ പോരെ. ആന പ്രസവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആനക്കുഞ്ഞ് എണീറ്റ് നടക്കും. പക്ഷെ മനുഷ്യന്റെ കാര്യം എങ്ങനെയാണോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എത്രയോ വ്യത്യസ്തപരമായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ടാണ് പ്രസവം വരുമ്പോൾ മാത്രം മൃഗങ്ങളെ വെച്ച് മനുഷ്യനെ കമ്പയർ ചെയ്യുന്നത്. എത്ര വലിയ വിഡ്ഢിത്താണെന്ന് ആലോചിക്കുക നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് ഗർഭാവസ്ഥയിൽ വരുന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറയും, ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും. ആ അവസ്ഥ മറ്റുള്ള മൃഗങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരാത്തത്. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾ ഒരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകാറില്ല. അവർക്ക് എന്ത് അസുഖം വന്നാലും നാച്ചുറലി അങ്ങ് തീർന്നു പോകാറാണ് പതിവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതുപോലെ മനുഷ്യനാവണം. ഒരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. എന്ത് അതിന് പറ്റും? അങ്ങോട്ട് പറയുന്നല്ലേ. ബാക്കിയോട് പറഞ്ഞോട്ടെ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. ഞങ്ങളതിനിട്ടില്ല. ജഫറുലിയ പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട. പുറത്ത് പോട്ട് ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ സമ്മതം വേണം. അത് സിബിൽ മൂവിക്കാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കേടുവരും.
ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു, രണ്ടാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു, രണ്ടാമത്തെ സ്കാനിങ്ങിൽ പറയുന്ന കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. സ്കാനിങ് നടത്തിയാൽ കുഞ്ഞിന്റെ ശരീരം കേട് വരും പോലും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ട് എന്നുള്ള ധൈര്യം കൊണ്ട് വിളിച്ചു പറയുന്നതാണ്, വേറൊന്നുമല്ല. ഇവിടെ അൾട്രാസൗണ്ട് സ്കാനിങ് കാരണം ഏത് കുട്ടിയുടെ ഭ്രൂണത്തിനാണ് കേട് വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാളി. ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തരും. ഈ മനുഷ്യന് ഏറ്റവും ലെസ് ഹാംഫുൾ ആയിട്ടുള്ള രശ്മികളാണ് അൾട്രാസൗണ്ട് രശ്മികൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ സ്കാനിങ് നടത്തുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. എന്ന് നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ എല്ലാവരും സ്കാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവരുടെ കുഞ്ഞിനൊക്കെ മോശം വരേണ്ടതാണ്. വെറുതെ കൂടെ തട്ടി വീടാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആൾക്കാർ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. ഇവിടെ നമ്മളൊരു സിറാജുദ്ദീൻ ലത്തീഫിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരക്കാരുള്ളിടത്തോളം കാലം ഈ രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിൽ പ്രസംഗം നടത്തുന്നവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണം. ഇത്തരം തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം. എന്നാൽ മാത്രമേ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ല എങ്കിൽ അസ്മയെ പോലുള്ള ഒരുപാട് പെൺകുട്ടികളെ ഇനിയും നമ്മൾ ഭാവിയിൽ കാണേണ്ടി വരും. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും